നിർബന്ധിത മതം മാറ്റ ശ്രമം ഛത്തീസ്ഗഡിലല്ല, എറണാകുളം കോതമംഗലത്തെന്ന് സീറോ മലബാർ സഭ. കോതമംഗലത്ത് നിർബന്ധിത മതം മാറ്റത്തിന്റെ ഇരയാണ് ക്രൈസ്തവ യുവതി ആത്മഹത്യ ചെയ്താൻ കാരണമെന്ന് സഭ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു. മതേതരത്വത്തിന് ഭീഷണിയാകുന്ന എല്ലാ പ്രവണതകളെയും ഒരുപോലെ എതിർക്കാനുള്ള ആർജവം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കണമെന്നും സീറോ മലബാർ സഭയുടെ ഫേസ്ബുക്ക് കുറിപ്പ്. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. അമൽ, എന്താണ് ഇക്കാര്യത്തിൽ സഭയുടെ ആരോപണം? വിജയകുമാർ, അല്പം മുൻപാണ് സീറോ മലബാർ സഭയുടെ FB പോസ്റ്റ് വഴി ഈ ഒരു വിഷയത്തിൽ, അതായത് കോതമംഗലത്തെ നിർബന്ധിത മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമത്തിനിടെയാണ് യുവതി ആത്മഹത്യയിലേക്ക് പോയത് എന്ന ഒരു വാർത്ത വന്നതിന് പിന്നാലെ സീറോ മലബാർ സഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും ഛത്തീസ്ഗഡ് സംഭവവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് സഭ ഈ ഒരു വിഷയത്തെ കാണുന്നത്. ആ ഛത്തീസ്ഗഡ് സംഭവത്തിൽ കന്യാസ്ത്രീകൾക്ക് നേരെ ഉണ്ടായ ഒരു അതിക്രമ ശ്രമങ്ങളെല്ലാം, അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ ആ ഒരു മർദ്ദനത്തെ കേരളവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് സഭ കാണുന്നത്. അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് ഛത്തീസ്ഗഡിലല്ല, ഇങ്ങ് കേരളത്തിൽ കോതമംഗലത്താണ് എന്നാണ് സഭ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, സോന എന്ന പെൺകുട്ടിക്ക് നിർബന്ധിതമായിട്ടുള്ള മതപരിവർത്തനത്തിന് വേണ്ടി പറവൂർ സ്വദേശിയും അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്ന് ശ്രമിച്ചുവെന്നും അതിന്റെ ഭാഗമായിട്ട് അവരെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്ന തരത്തിൽ ഉള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആരോപണം ഗുരുതരമായി തന്നെ ഉന്നയിച്ചത് കുട്ടിയുടെ കുടുംബമാണ്, കുട്ടിയുടെ ബന്ധുക്കളാണ്. അവരുടെ ഭാഗത്ത് തന്നെ ശക്തമായ ആരോപണം പ്രതിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പ്രതിയെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രതിയുടെ മുൻകാല ചരിത്രമടക്കം സീറോ മലബാർ സഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുക തന്നെയാണ്. യഥാർത്ഥത്തിൽ കോതമംഗലത്ത് നടന്ന മതപരിവർത്തന ഒരു ശ്രമമായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് എന്ന കാര്യങ്ങളിലെല്ലാം അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സീറോ മലബാർ സഭയുടെ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് വരുന്നത്. വളരെ വലിയ രീതിയിലുള്ള ഛത്തീസ്ഗഡിലെ സംഭവങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ടുള്ള ചേരിതിരിവുകളിലേക്കും പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം അതിന്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള രാഷ്ട്രീയ ചേരിതിരിവുകളും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് ഈ ഒരു വിഷയത്തെ കൂടി സഭ ഈ ഒരു ചർച്ചാ വിഷയം. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.